അതെടുത്ത് നമുക്ക് കളിച്ചാലോ? ഞങ്ങൾക്ക് അറിയോളാവേ. എടാ ഞാൻ പറഞ്ഞുതരാം, അതിന്റെ സ്ക്രിപ്റ്റ് എന്റെ കയ്യിലിരിപ്പുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെ പറഞ്ഞാൽ മതിയാ? നിങ്ങൾ പറഞ്ഞാൽ മതി. കമ്മിറ്റിക്കാരൊന്ന് കാശ് മേടിച്ചു പോയില്ലേ? ഞങ്ങൾ എന്തുവേണമെങ്കിലും വിളിച്ചു പറയാം, പക്ഷെ പരിപാടി കഴിയുമ്പോ കാശ് നമുക്ക് തന്നെ. കാശൊക്കെ തരാം. നമുക്ക് ആദ്യം ബാല കളിക്കാം. നിങ്ങൾ റെഡിയാണ്? ഇതിൽ ഞാനും റെഡി. തെറ്റാതെ പറഞ്ഞോളോട്ടാ. തെറ്റാതെ ഞാൻ പറഞ്ഞോളാം. അപ്പൊ ഓക്കെ തുടങ്ങാം. ഓക്കെ. അപ്പൊ ലൈറ്റ് ഇട്ടോ? റെഡിയല്ലേ? റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? രംഗത്ത് രാജാവ്, രംഗത്ത് രാജാവ്. വേഗം വായിങ്ങട്. അതിനെന്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല സുഹൃത്തെ. അതിന് നിന്നിപ്പോ ആരെ ഇങ്ങോട്ട് വിളിച്ചത്? പിന്നെ രംഗത്ത് രാജീവ് രാജീവ് എന്ന് പറഞ്ഞതാ. രാജീവല്ല, രാജാവ്. രംഗത്ത് രാജാവ്. പോകണ്ടത്. രാജാവ് എവിടെ? രാജാവാ. അയ്യോ നിങ്ങളാരും അല്ല. എന്റെ ദൈവമേ, നിങ്ങളാരും അല്ലെന്ന്. സുരേഷ്, ഗംഗാര ചേട്ടന്റെ മോൻ സുരേഷ്, അവനല്ലേ രാജാവ്. ദേ നിക്കണ്. ഇങ്ങട് വാ സുരേഷ്, ഇങ്ങട് വാ. ഇങ്ങട് വാ. ഇങ്ങട് നീ എന്റെ അടുത്തേക്ക് പറ്റി അങ്ങോട്ട് പോ. നീ പുറത്തേക്ക് പോകണം. മൈക്കിന്റെ അടുത്തേക്ക് വാ. രാജാവ് നേരെ നോക്കുന്നു. എന്നെ നോക്കാൻ അങ്ങോട്ട് നോക്ക്. അയ്യോ ആ കാര്യം പിടിക്ക്. സുരേഷ് പട്ടി പേടിയുള്ള. പ്രകാശം വരുമ്പോൾ രാജാവ് പുഞ്ചിരി തൂക്കുന്നു. പ്രകാശം ഷാപ്പിലിരിക്കെ എപ്പോ വരൂല. ഏത് പ്രകാശം? നമ്മുടെ അപ്പുറത്താ. എടാ ആ പ്രകാശനല്ല, പ്രകാശം ലൈറ്റ് വന്നല്ലോ. പുഞ്ചിരി തൂയിക്കോ? തൂയിക്കോട്ടെ. നീ എന്താ കാണിക്കണം? അവിടെ എവിടെ ഈ പുഞ്ചിരി അല്ലെന്ന് അട്ടകാട്ടം, അതായത് പൊട്ടിച്ചിരി. അതറിയില്ലേ? ഇവിടെ ശ്രദ്ധിക്ക്. രണ്ട് പുഴുപ്പല്ല്. അയ്യോ പൊട്ടിച്ചിരിക്കും. അടിപൊളി. ഇനി രാജാവ് ഗൗരവത്തിൽ നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദുഷ്ടദുമ്ന മഹാരാജാവ്. നിന്റെ ഡയലോഗാണ്. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദുഷ്ടദുമ്ന മഹാരാജാവ്. പണി പാളിയല്ല. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദുഷ്ടദുമ്ന മഹാരാജാവ്. ഇന്നലെ ബിവറേജിലെ ക്യൂ നിൽക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞാണ് വായിക്കൊള്ളണ വാക്ക് എഴുതിയാൽ മതി പറഞ്ഞതാണ്. ആൾക്കാരെ കേൾപ്പിക്കില്ല. നിന്റെ ഡയലോഗാണ്. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദുഷ്ടദുമ്ന മഹാരാജാവ്. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ ഡിസ്കോ അല്ലെന്ന്. എടാ നിന്റെ പേരാണെന്ന്. പേരാണാ? അത് പറയണ്ടേ. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ സുരേഷ് മഹാരാജാവ്. മതി, അഡ്ജസ്റ്റ് ചെയ്ത് പോയാ മതി. ആരെവിടെ? ഒരാരുമില്ല. അല്ല ആരെവിടെ? ഇവിടെ ആരുമില്ല. നിന്റെ ഡയലോഗാണ്. ആരെവിടെ? ഉറക്കെ ചോദിക്കണ. ആരെവിടെ? നിങ്ങളാരെയും വിളിച്ചതല്ല. ഇവർ ഈ ബാലയിലൊരു ഡയലോഗ് പറഞ്ഞതല്ലേ. പോയെ എല്ലാവരും പോയെ. കൂടി ഓടി വന്നേക്കണം. അത് കേട്ട് എല്ലാവരും കൂടി പോട്. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്നി എല്ലാവരും കൂടി. എടാ ഒരാൾ മാത്രം വിടുന്നിട്ട് ബാക്കി എല്ലാവരും പോന്നേ. ഈ ആവശ്യമില്ലാത്തൊരു പെണ്ണെങ്കിലും സുരേഷ് നീ ഇങ്ങോട്ട് വാ. പെണ്ണുമ്പിള്ളി അങ്ങോട്ട് പോയിട്ട് ആ വിളിക്കാന്ന് പൊക്കോളെ. ഇങ്ങോട്ട് കയറുന്നേ. പടൻ വരുന്നു. ഞാനാടാ. ഇതൊക്കെ നീയാണോ? നീ രാജാവല്ലേ? പടൻ എവിടെ? ഈ പടം മതിയാ. നീ പടമായിട്ട് പോടെ അവിടുന്ന്. അടിപൊളി പടൻ. പടനായാലും ഇങ്ങനെ വേണം. കേൾവാ. മഹാരാജൻ അങ്ങ് ധൃതങ്ക പുളകിതനാവട്ടെ. ഡയലോഗാണ്. മഹാരാജൻ അങ്ങ് ധൃതങ്ക പുളകിതനാവട്ടെ. മഹാരാജൻ ഇവനല്ല പടം. തുനിയല്ലേ? തുനിക്ക് പനിയല്ലേ? പനിയല്ലേ മുനി? ഇവനാണ് സനി. ഞാൻ പറഞ്ഞോളാം. വൃത്തിയായിട്ട് പറ. ശരിയാവണല്ല. നീ പുറകെ പോരുന്ന് പഠിക്ക്. പോ. മന്ത്രി വരുന്നു. ഞാനാണ്. നീ രാജാവല്ലേ? മന്ത്രി ഇങ്ങോട്ട് വായങ്ങട്. ഡയലോഗ് പറ. മറന്നുപോയി. പിന്നെ വിദ്യാളായിട്ട് ചിരിച്ചത്. മമ പ്രണാമം പ്രഭു. മമ പ്രണാമം. മമ മാത്രാണം പ്രഭു. മാത്രാണം. മമ പ്രണാമം പ്രഭു. മമ പ്രണാമം. മമ രാമായണം പ്രഭു. രാമായണം. രാമായണമല്ല മഹാഭാരതം. അല്ല ഇതെന്താ കേസ് എന്താ? നമ്മൾ രണ്ടുപേരും തമ്മിൽ കണ്ടുകഴിയുമ്പോൾ വിഷയമില്ല. ഹലോ രാജാവേ. ഹലോ. പോയാ മതി. മഹാരാജാവ് ഗൗരവത്തിൽ. മന്ത്രി തത്തമ്മ. എന്നോടാണ്. മന്ത്രി തത്തമ്മ. താനങ്ങ് പറഞ്ഞു. എന്റെ ഡയലോഗാണ് സുരേഷ്. മന്ത്രി തത്തമ്മ. നിന്റെ ഇരട്ട പേര് എന്റെ ഇരട്ട പേര് തത്തമ്മ രാജു എന്നൂടെ എല്ലാവർക്കും അറിയാൻ പാടില്ല. ഇവരുടെ ഇരട്ട പേര് തൊകലാണ്ടി ഞാൻ വിളിച്ച. അതൊക്കെ വിട്ടുകളാ. മഹാരാജാവ് വീണ്ടും. മന്ത്രി തത്തമ്മ. അപ്പൊ ഞാൻ തല്ലുകൊണ്ടിയാവുകയാണ്. മന്ത്രി രാജു. നിനക്കറിയുമോ? അഴിയില്ല. എന്ത് നിക്കറിയോന്ന് ചോദിച്ചു. നിക്കറിയോന്നല്ല, നിനക്കറിയാമോ? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല. അപ്പൊ താല്ലേ പറഞ്ഞു ഇവിടെ വന്നാൽ മതി. പറഞ്ഞുതരാന്നൊക്കെ. മന്ത്രി അന്തപുരത്തിൽ നിന്നും നമ്മുടെ ഉടയാടകൾ കൊണ്ട്. മന്ത്രി അന്തപുരത്തിൽ നിന്ന് നമ്മുടെ ഉടയാത്തത് എടുത്തോണ്ട് വരൂ. ഉടയാത്തതല്ല, ഉടയാടകൾ. അതായത് നിന്റെ
പറയും. അത് പറഞ്ഞപ്പോഴാണ് ഇയാൾ കൊടയാടാന്ന് പറയുന്നത്. പറയും. മന്ത്രി അന്തപുരത്തിൽ നിന്ന് എന്റെ പാന്റ് ഷർട്ടൊക്കെ കൊടുത്തുണ്ടോ? കണ്ണടച്ച് കാണിക്കുന്നത് എന്താണ്? എടുത്തിട്ടില്ലേ? വിക്കാരി നിന്റെ തലപ്പെട്ടു. വിക്കാരി നിന്റെ തല ഞാൻ പറ്റും. നീ ഒട്ടും ഒന്ന് വണ്ടി കയറിപ്പോ പറഞ്ഞ നിന്റെ പാന്റും ട്രൗസറൊക്കെ എടുത്തു വെക്കാൻ. പണ്ട് ഇവിടെ എന്റെ തല ഒട്ടുന്ന അതിന്റെ സംസാരമാണ്. അതിന്റെ കഴിഞ്ഞ വെളിയിൽ കാണാം. ഓക്കെ എന്ത് കഷ്ടം. പറഞ്ഞ ഡയലോഗ് പഠിക്കാം. ശരിയായിട്ടില്ല. മുളകാണ്. നീ വാ പൊളിച്ചാ മൊത്തം തെറ്റാ. ശരി, എന്നാ അടുത്ത ഡയലോഗ് പറ. മഹാരാജൻ, അങ്ങയുടെ മഹാറാണി മൈഥിലി മൈതാനത്തിൽ മയൂഖത്തോടൊപ്പം മയൂര നൃത്തം ചവിട്ടുന്നു. ഞാൻ ഇത് പറഞ്ഞ നമ്മളീ കളിയായിരുന്നു. അത് തന്നെ പോയി പഠിക്കേടി. പോ. ഈ സമയം കൊട്ടാരത്തിലെ മഹാറാണി പൊട്ടിക്കരച്ചുകൊണ്ട് കയറി വരുന്നു. മഹാറാണി എവിടെ? തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഗ്രീൻ റൂമിന്റെ അകത്ത് മറവേണമെന്ന്. എത്ര ആൾക്കാരെന്നറിയോ എത്തി നോക്കുന്നത്? താൻ എന്റെ സംവിധായകനാണോ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരാൻ. പൊട്ടിക്കരി. ഈ ഡയലോഗ് ഒന്നും അറിയില്ലേ രാജൻ? ഒന്നും അറിയില്ലേ? മോളെ പ്രാവശ്യം പറഞ്ഞു. ഇനി പറയണം. എന്റെ ദൈവമേ, അതല്ല. മഹാരാജൻ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. നമുക്ക് നിവർത്തിയിട്ട് വരാം. എവിടെ പോയി? കൊട്ടാരം വളഞ്ഞു പോയി. അയ്യോ, അതല്ല, ശത്രു സൈന്യം കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരച്ചുകൊണ്ട് മഹാരാജാവിന്റെ ചുമലിലേക്ക് വീഴുന്നു. ഓളത്തേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതേ അടിച്ചുകൊണ്ട് മഹാരാജാവ് ആശ്വസിപ്പിക്കുന്നു. ഞാനേറ്റി വീണ്ടും ആശ്വസിപ്പിക്കുന്നു. ഇത് കൊള്ളാല്ലേ ഈ ഇടപാട്. മതി, ഇനി പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അത് പള്ളിയിൽ പോയി പറഞ്ഞു. എന്താണ്? നീ ഇത് കഴിയുമ്പോ 5 പൈസ തരില്ലേ? 5 മിനിറ്റ് കൂടെ കിടക്കട്ട. അടുത്ത സീനിൽ 10 മിനിറ്റ് പോലെ ആശ്വസിപ്പിക്കുന്ന സീനുണ്ട്. പറ്റിക്കൂലല്ലോ. നിനക്ക് എന്നെ വിശ്വാസമില്ല. അമ്മ തക്കിയിട്ടത്. 1 മിനിറ്റും കൂടി ആശ്വസിപ്പിച്ചേക്കട്ടെ. അവരോട് ഞാൻ പുറത്തു പോയി പഠിക്കാൻ പറഞ്ഞിട്ട് എഴുതി പഠിക്കാൻ പറഞ്ഞിട്ട് DSനാ പിന്നെ ഇങ്ങോട്ട് വന്നത്. ഈ സമയം അയൽപക്കത്തെ രാജാവ് കോപിഷ്ഠനായി കടന്നു വരുന്നു. ഈ സമയം അയൽപക്കത്തെ രാജാവ് കോഴിക്കാഷ്ടവുമായി കടന്നു വരുന്നു. കോഴിക്കാഷ്ടം കോപിഷ്ഠനായിട്ട്, അതായത് കോപം കൊണ്ട് ജ്വലിച്ച് കടന്നു വരുന്നു. അല്ലേ? രാജാവാക്കുന്നു. ഇത്തിരി വൃത്തിപ്പെടുത്തുള്ള ഒരാളെ രാജാവാക്കി. ഇത് രാജാവ് അല്ലെങ്കിൽ വേടന. കോപം കൊണ്ട് ജ്വലിക്കാൻ പറഞ്ഞിട്ട് അവൻ നിന്ന് ചിരിക്കലാണ്ട. എടാ കോപം പറ്റിയത് ഗോപരക്കരിയെ പോന്നിട്ടാണ്. എടാ നിന്റെ മുഖത്ത് ദേഷ്യം പറ്റി. ദേഷ്യം വരില്ല ഞാനപ്പോ പറഞ്ഞല്ലേ. എന്നിട്ട് ശമ്പളം തരൂലട്ടാ. എന്റെ സ്വഭാവമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ദേഷ്യം വന്നാ മതി. മഹാരാജൻ മഹാരാജാവ് വിളി കേൾക്കുന്നു. എന്റെ ദൈവം, കണ്ട മീൻകാരൊക്കെ അല്ലേ ഞാൻ രാജാവാക്കിയത്. അങ്ങനെയാണ് അവന്റെ പേര് പറ. എന്താണ്? ത്രിവിക്രമ. ഞാനില്ലട്ടാ. കമ്മറ്റിക്കാരത്ത് കാശ് മേടിച്ചു പോയില്ലേ മോനെ? പറയും. ത്രിവിക്രമ. നീ പുറത്തേക്ക് വട്ടാ തരാട്ടനാ. ത്രിവിക്രമ. വായി കൊള്ളൂലടാ. അതൊന്നും പേരാണ്. ശശി പോയാ മതി. മഹാരാജാവ് വാളെടുക്കും. വാൾ വയ്ക്കാൻ പറഞ്ഞു. ഈ വാളല്ല, ഉറയിൽ നിന്ന് വാൾ വലിച്ചൂരും. ഉറയിന്നൊക്കെ എങ്ങനെയാണ് വാൾ വലിച്ചൂർന്ന? ഇങ്ങനെ ഉറയിൽ നിന്ന്. അതാണ്. അത് ചെയ്യാം. വല പൊളിഞ്ഞ്. ഞാൻ വാളെടുത്തിട്ടില്ല. എടുത്തിട്ടില്ലേ? ഒരു മിനിറ്റ്. വാള് വെച്ചേക്കണത് ആരാ? വാള് വെച്ചേക്കണത്? ആരാത്? വാള് വെച്ച ഞാനാണ്. അല്പം മോര് അറിയോ? ഒന്ന് തെളിയാ. ഈ വാളല്ല, ഒറിജിനൽ വാള് വെച്ചേക്കണത് ആരാത്? സുരേഷേ, അയ്യോ, ആളെ മനസ്സിലാതിരിക്കാനല്ലേ മേലെ കയറി വരുന്നത്. നിന്നെ പറഞ്ഞുവിട്ടാണ്. സുരേഷ് എവിടെ? അയ്യോ, നീ ആവശ്യമില്ലാത്ത സാധനമൊക്കെ വെക്കണത്. അപ്പൊ വാള് കിട്ടില്ല. കിട്ടി. കാളാ പൂളാ വെട്ടുന്നു. എന്നെ വെട്ടാനല്ല, അവനെ വെട്ടാൻ. അങ്ങനെയൊക്കെ വിട്ടല്ലോ. ഒരു രസമൊക്കെ വിട്ടു. നല്ല രസമുള്ള കളി. വെട്ടിക്കഴിഞ്ഞ മരിച്ചു വീഴുന്നു. നീ വെട്ടിട്ട് നീ തന്നെ മരിച്ചു വീഴും. നീ എന്നൊക്കെ നീ മരിച്ചു വീഴും. ഒട്ടിച്ചിരിക്കുന്നു. നീ എങ്ങനെയാണ് ചിരിക്കണേ? നീ
അവിടെ കിടക്കണ സുരേഷ് പൊട്ടിച്ചിരുന്നേ. അവന്റെ ചിരി അടിപൊളിയാണെന്നല്ല. അല്ല നീ ചിരിക്കണം. ഈ സമയം മഹാരാജാവിന്റെ അന്തപുരത്തിലേക്ക് ശത്രു സൈന്യം ഇരച്ചു കയറുന്നു. അവർ മഹാരാജാവിനെ വളയുന്നു. ഒരു യുദ്ധം എപ്പ വേണമെങ്കിലും. അല്ല മനസ്സിലായില്ല, നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങൾ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്ത കമ്മിറ്റിക്കാരാ. സുരേഷ് കമ്മിറ്റിക്കാരാണ്. എന്താ ചേട്ടാ പ്രശ്നം? ഞങ്ങൾക്ക് ഈ ബാലെ വേണ്ട. പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് ചവിട്ട് നാടകമാണ് വേണ്ടത്. അയ്യോ ചവിട്ടാട ഞങ്ങൾക്ക് അറിയില്ല ചേട്ടാ. ഞങ്ങൾക്ക് അറിയാൻ ചവിട്ടുനാട. ചവിട്ടി പൊളിയാ. മഹാരാജൻ അങ്ങനെ എങ്ങനെ വിളകിനെ വേണ്ടി ഇപ്പൊ ശരിയായ ഇറങ്ങിപ്പോടാ.